विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാഠം പഠിച്ചിരുന്നു അല്ലേ? ഉസ് പാഠ് കാ നാം ക്യാ था? हाँ, पुल बनी थी माँ. उस कविता के रचनाकार कौन है? നരേന്ദ്ര പുണ്ടരീക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കവിതയുടെ 2 സ്റ്റാൻസയായിരുന്നു കഴിഞ്ഞ ദിവസം പഠിച്ചത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബാക്കിയൊന്ന് നോക്കിയാലോ? അപ്പോൾ എല്ലാവരും ഒന്ന് പുസ്തകത്തിൽ നോക്കിയേ. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. അപ്പോൾ എന്താ അതിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ. माँ के बार बार कहने को हम मानकर चलते रहे. ഈ ബാർ ബാർ കഹന എന്ന് പറയാൻ എന്താ അർത്ഥം? വീണ്ടും വീണ്ടും പറയുക. അപ്പോൾ അമ്മ വീണ്ടും വീണ്ടും പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിച്ചു കൊണ്ട് നടന്നു എന്നാണ് ആ 2 വരിയുടെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ വീണ്ടും വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത് എങ്ങനെയാണ്? ബുഢാരഹി ഹെമ. ബുഢാരഹി ഹെമ എന്ന് പറയാൻ എന്താണ് അർത്ഥം? അമ്മയ്ക്ക് പ്രായമാകുന്നു. तो इस बुढ़ापे का एक लक्षण है बार बार कहना. ഈ വാർദ്ധക്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് വീണ്ടും വീണ്ടും പറയുക എന്നുള്ളത്. വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് മറന്നു പോവുകയാണ്. മനസ്സിലായില്ലേ? വാർദ്ധക്യം വരുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി കുറയും. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒത്തിരി പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരിപ്പോൾ ചെയ്ത കാര്യങ്ങൾ മറന്നുപോകും. എന്നിട്ട് വീണ്ടും വീണ്ടും ചിലപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതവരുടെ ഓർമ്മശക്തി പോയിട്ടാണ് അല്ലേ? പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിനൊക്കെ സംഭവിക്കുന്ന തകരാറ് കൊണ്ടാണ് നമുക്കങ്ങനെ ഓർമ്മശക്തിയൊക്കെ പോകുന്നത്. അപ്പം മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചലത്തെ രഹെ. അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഞങ്ങൾ അനുസരിച്ചു കൊണ്ട് നടന്നു. ഇനി ബാക്കി നോക്കിയേ. ഉസ്കെ ബൂढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. अपने बूढ़े होने की आदत എന്ന് പറഞ്ഞാൽ വയസ്സാകുന്ന ആ ഒരു ശീലം. ഈ ആദത്ത് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് എന്നാണ് അർത്ഥം, ശീലം. പതിയെ പതിയെ അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്കെ ബൂढ़े होने की आदत और अपनी हर आवाज़ में, തൻ്റെ ഓരോ ശബ്ദത്തിലും. ആവാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശബ്ദം. ഹർ ആവാസ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഓരോ ശബ്ദത്തിലും. ധീരെ ധീരെ ടൂട്ട്തി രഹീമ. പതിയെ പതിയെ തകർന്നുകൊണ്ടിരുന്നു അമ്മ. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞത്? മാ ഏക് ബാത് കോ ബാർ ബാർ കഹത്തി രഹി. അമ്മ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഉസ്കി ആവാസ് ദുർബൽ ഹോനെ ലഗി. അവരുടെ ശബ്ദം ദുർബലമാകാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റാൻസയുടെ അർത്ഥം ഒന്ന് നോക്കിയേ നിങ്ങൾ. മാക്കെ ബാർ ബാർ കഹനേക്കോ ബच्चे മാൻകർ ചലത്തെ രഹെ. ബുढ़ापे के कारण माँ की आवाज़ दुर्बल होने लगी और माँ धीरे धीरे ടൂട്ടിനെ ലഗി. അമ്മ പതിയെ പതിയെ വൃദ്ധയാവുന്നതും അതുപോലെ തന്നെ അമ്മയുടെ ശബ്ദം ദുർബലമാകുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് ആ സ്റ്റാൻസയുടെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ ഒന്ന് നോക്കിയാലോ? എല്ലാവരും ഒന്ന് പുസ്തകത്തിൽ നോക്കിയേ. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे
महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. ഹാത്തോ ഹാത്ത് രഹന എന്ന് പറഞ്ഞാൽ സംരക്ഷണയിലായിരിക്കുക എന്നാണ്. ഞങ്ങളുടെ സംരക്ഷണയിലായിരുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആ ഗൈ. ഈ കന്ധ എന്നുള്ള വാക്ക് ഈ കവിതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. കന്ധ എന്ന് പറഞ്ഞാൽ ഷോൾഡർ എന്നാണ് അർത്ഥം. എന്താണ് ഷോൾഡർ? ഷോൾഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? നമ്മുടെ ചുമലിനാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആ ഗൈ. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ സംരക്ഷണയിലായിരുന്ന അമ്മ ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. കൈകൊണ്ട് തൂക്കി പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഭാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചുമലിലെടുക്കുന്നത് അല്ലേ? ചുമലിലെടുക്കും അല്ലെങ്കിൽ തലയിലെടുക്കും. അപ്പോൾ ഞങ്ങളുടെ സംരക്ഷണയിലായിരുന്ന അമ്മ, ഹാത്തോ ഹാത്ത് രഹത്തിമ, ഞങ്ങളുടെ കൈകളിൽ ഞങ്ങളുടെ സംരക്ഷണയിലായിരുന്ന അമ്മ ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി എന്നും പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്മ ഞങ്ങൾക്കൊരു ഭാരമായി എന്നർത്ഥം. അതായത് വാർദ്ധക്യം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? അമ്മ ശാരീരികമായും മാനസികമായും ഒക്കെ ദുർബലയായി. അങ്ങനെ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോൾ അമ്മ മക്കൾക്ക് ഒരു ഭാരമായി മാറി. മനസ്സിലായോ? അതാണ് ഏക് ദിൻ ഹമാരെ കന്ധോമേ ആ ഗൈ. ഇനി ബാക്കി നോക്കിയേ. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം. ധീരെ ധീരെ, പതുക്കെ. മെഹസൂസ് കർണ എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുക, അനുഭവിക്കുക എന്നൊക്കെയാണ്. പതുക്കെ ഞങ്ങൾക്ക് അനുഭവവേദ്യമായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം, ഞങ്ങൾക്ക് പതിയെ അനുഭവവേദ്യമാകാൻ തുടങ്ങി. എന്ത്? അപ്നെ വൃഷഭ് കന്ധോമേ. വൃഷഭ് കന്ധ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഷോൾഡർ എന്നാണ്. ഞങ്ങളുടെ കരുത്തുള്ള തോളുകളിൽ മാക്ക ഭാരി ഹോന, അമ്മയൊരു ഭാരമാകുന്നത്. ഞങ്ങളുടെ ഈ ശക്തമായ തോളുകളിൽ അമ്മ ഒരു ഭാരമാകുന്നത് ഞങ്ങൾക്ക് പതിയെ ബോധ്യപ്പെട്ടു തുടങ്ങി. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ്, അത് അവസാനത്തെ സ്റ്റാൻസയും കൂടി ഒന്ന് നോക്കാം. എല്ലാവരും ഒന്ന് പുസ്തകത്തിൽ നോക്കിക്കേ. जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. അപ്പോൾ ഈ സ്റ്റാൻസയിൽ നിങ്ങൾ നോക്കിയേ, കന്ധ എന്നുള്ള വാക്ക് പല രീതിയിൽ പല സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോരോ അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച എന്തായിരുന്നു? കന്ധോമേ ആന. കന്ധോമേ ആന എന്ന് പറഞ്ഞാൽ ചുമലിലാവുക എന്നാണ് അർത്ഥം. ചുമലിലാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാരമാവുക. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത സ്റ്റാൻസയിൽ കുറേ വാക്കുകളുണ്ട്, അതും കൂടെ എന്താണെന്ന് നോക്കാം. അത് നമ്മൾ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ. നോക്കിയേ, ജബ് തക് ജീവിത് രഹീമ, അമ്മ എപ്പോൾ വരെയാണോ ജീവിച്ചിരുന്നത് അപ്പോൾ വരെ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഹം അപ്നെ കന്ധേ ബദൽത്തെ രഹേ, ഞങ്ങൾ ഞങ്ങളുടെ ഷോൾഡേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കുട്ടികളും അല്ലെങ്കിൽ അമ്മയുടെ എല്ലാ മക്കളും മാറി അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മയാകുന്ന ഈ ഭാരം പരസ്പരം ഇങ്ങനെ ചുമല് മാറിക്കൊണ്ടിരുന്നു എന്നാണ് അർത്ഥം. ജബ് തക് ജീവിത് രഹീമ, എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചിരുന്നത് അപ്പോൾ വരെ ഞങ്ങളുടെ ഈ ഉത്തരവാദിത്വം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു. അതിനാണ് കന്ധേ ബദൽന എന്ന് പറയുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിന്. മനസ്സിലായില്ലേ? ഇനി അടുത്ത വരി നോക്കിയേ. മാ ആഖിർ മാ ഹി തോ ഹേ. ഈ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം, അറ്റ് ലാസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അമ്മ അവസാനം അമ്മ തന്നെയായി. അമ്മ ശരിക്കും അമ്മ തന്നെയാണ് എന്നാണ് ആ വരിയുടെ അർത്ഥം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ബാക്കിയും കൂടെ നോക്കുമ്പോൾ അത് മനസ്സിലാവും.
बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई मा. വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ ഷോൾഡർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു? ഹമാരെ കന്ധോസെ ഉത്തർ ഗയി മാ. മാ ഹമാരെ കന്ധോസെ ഉത്തർ ഗയി. അമ്മ ഞങ്ങളുടെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങി. അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്ന് ഇറങ്ങി. മനസ്സിലായോ നിങ്ങൾക്ക്? അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. മക്കളിങ്ങനെ ചുമല് മാറി മാറി അമ്മ എന്ന ഭാരത്തെ വഹിക്കുന്നത് കണ്ടപ്പം അമ്മ അവസാനം എന്ത് ചെയ്തു? അമ്മ അവരുടെ ചുമലിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നു. ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ്. കന്തോസെ ഉത്തർ ഗയിമ. അമ്മ അവരുടെ ചുമലുകളിൽ നിന്ന് ഇറങ്ങി. അതിന് വേറൊരർത്ഥമുണ്ട്. എന്താണെന്നറിയോ? മർ ജാന എന്നാണ് അർത്ഥം. മരിക്കുക. അപ്പോൾ ഇവിടെ എന്താണപ്പോൾ ആ പറഞ്ഞ വരികളുടെ അർത്ഥം? അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് തൻ്റെ മക്കൾ വിഷമിക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പം മക്കളിങ്ങനെ വിഷമിക്കുന്നത് കണ്ടിട്ട് അവസാനം അമ്മ എന്ത് ചെയ്തു? കുട്ടികളുടെ ചുമലിൽ നിന്നിറങ്ങി എന്ന് പറഞ്ഞാൽ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മ മരിച്ചു. മാക്ക സ്വർഗവാസ് ഹോഗയ. മനസ്സിലായോ? അപ്പോൾ കുട്ടികൾക്ക് താനൊരു ഭാരമാണല്ലോ എന്ന് തോന്നി വിഷമിച്ച് അവസാനം അമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അപ്പോൾ കന്തോസെ ഉത്തർന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മർജാന എന്നാണ്. അപ്പോൾ ഇനി അവസാനത്തെ രണ്ട് വരി നോക്കിയേ. ഓർ മാക്കെ കന്തോസെ ഉത്തർത്തേ ഹി ഉത്തർ ഗയേ ഹമാരെ കന്ധേ. അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിയതോടെ, അല്ലെങ്കിൽ അമ്മ മരിച്ചതോടെ, ഉത്തർ ഗയേ ഹമാരെ കന്ധേ. ഹമാരെ കന്ധേ ഉത്തർ ഗയേ. ഹമാരെ കന്ധേ ഉത്തർ ഗയേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചുമലുകൾ ബലഹീനമായിപ്പോയി. ഹമാരെ കന്ധേ ദുർബൽ ഹോ ഗയേ. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അമ്മ മരിച്ചതോടെ ഹം ബേസഹാരെ ഹോ ഗയേ. അമ്മ മരിച്ചതോടെ ഞങ്ങൾ ആരോരും ആശ്രയമില്ലാത്തവരായിപ്പോയി. ഞങ്ങൾ നിരാശ്രയരായിപ്പോയി എന്നർത്ഥം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ശൈലികളൊക്കെ ഉണ്ട്. നമ്മൾ കന്ധ എന്നുള്ള വാക്ക്, ഷോൾഡർ, ഞാൻ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറേ ശൈലികളുണ്ട് ഇതിനകത്ത്. ശൈലികളുടെ അർത്ഥം നിങ്ങൾക്കറിയാം. നമ്മൾ നേരിട്ടുള്ള അർത്ഥമായിരിക്കില്ല ശൈലികൾക്ക് വേറൊരു അർത്ഥമായിരിക്കും, അല്ലേ? ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കണ്ണിനകത്ത് എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നോക്കിയിരിക്കുക എന്നാണോ അർത്ഥം? അല്ല. നമ്മളൊരാളെ വല്ലാതെ കാത്തിരിക്കുന്നതിനാണ് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ ചിലപ്പോൾ പറയല്ലേ, അമ്മ മകനെ ഓർത്ത് തീ തിന്നുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തീ എടുത്ത് തിന്നുക എന്നാണോ? അല്ല. അമ്മ ആ മകനെ പ്രതി വല്ലാതെ വിഷമിക്കുന്നു, അല്ലെ കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആ തീ തിന്നുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ അതൊരു ശൈലിയാണ്. അപ്പോൾ അതുപോലെ കുറേ ശൈലികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? കന്ധോമയാന. കന്ധോമയാന എന്ന് പറഞ്ഞാൽ ചുമലിലാവുക എന്നാണ്. നമുക്കൊരു ഭാരമാവുക, നമ്മുടെ ചുമലിലാവുക, അല്ലേ? നമ്മുടെ ചുമലിലായി നമ്മൾ പറയില്ല, നമുക്കൊരു ഭാരമായി എന്നർത്ഥം. പിന്നെ എന്താണ്? കന്ധേ ബദൽന. കന്ധേ ബദൽന എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡർ ചേഞ്ച് ചെയ്യുന്നു. ഇനിയോ പിന്നെ എന്തായിരുന്നു? കന്ധോസെ ഉത്തർന. കന്ധോസെ ഉത്തർന എന്ന് പറഞ്ഞാൽ എന്നാൽ ചുമലിൽ നിന്ന് ഇറങ്ങുക എന്നാണ് അതിന് ശരിയായ അർത്ഥം. പക്ഷേ ഇവിടെ അർത്ഥം എന്താണ്? മർജാന, മരിക്കുക എന്നാണ്. പിന്നെ എന്താണ്? കന്ധേ ഉത്തർന. കന്ധേ ഉത്തർന എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസഹാരെ ഹോന എന്ന് പറഞ്ഞാൽ മറ്റാരും ആശ്രയമില്ലാത്തവരായി മാറുക എന്നർത്ഥം. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആ 4 വാക്കുകൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എങ്കിലേ നിങ്ങൾക്കിത് ശരിയായിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ കവിത മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ഈ കവിത വായിക്കാൻ പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും കൂടി വായിച്ചു തരുന്നത്. ഹം ഭായിയോं के बीच पुल बनी थी माँ जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. पिता के बाद हम भाइयों के बीच पुल बनी माँ अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बुढ़ा रही है माँ.
माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ। हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई। धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना। जब तक जीवित रही माँ हम बदलते रहे अपने कंधे। माँ आखिर माँ ही तो है। बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही ഉത്തർ ഗയേ ഹമാരെ കന്ധെ. അപ്പോൾ ഈ കവിത നിങ്ങളെല്ലാവരും നന്നായി വായിക്കുക, പഠിക്കുക, ഇതിന് ശേഷം തരുന്ന നോട്ടുകളും എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.